ഞങ്ങളുടെ കൊച്ചു വലിയ കുടുംബമാണിത് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഓണത്തിനെടുത്ത ഫോട്ടോയാ. ഓണമായാലും വിഷുവായാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൂടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ആരുടെയെങ്കിലും വീട്ടിൽ. അവിടെ അന്ന് കൂടി കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുന്നത്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുക ചെയ്യുക. എല്ലാവരും കൂടും, എല്ലാവരും അടുക്കളയിൽ കയറും. എല്ലാത്തിനും എല്ലാവരും കൂടി ഒരുമിച്ച് കളി ചിരിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ തമാശകളും കളിയാക്കലുകളും കുറ്റം പറച്ചിലുകളും എല്ലാം ഉണ്ടാവും കേട്ടോ. അതിനൊന്നും ഒരു കുറവില്ല. ചിലപ്പോൾ ചില പരിഭവങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെ കൂടി ആടുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി മാറും. എന്ത് പരിഭവമായാലും അതൊക്കെ പരസ്പരം പറഞ്ഞ് അതൊക്കെ തമാശകളാക്കി മാറ്റും. എല്ലാവരും എല്ലാത്തിനും തയ്യാറാണ്, എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. ഓണത്തിനും വിഷുവിനും മാത്രമല്ല കേട്ടോ, ഇതേമാതിരി എന്തെങ്കിലും ചെറിയ പരിപാടികൾ, പിറന്നാളോ അല്ലെ മറ്റ് എൻഗേജ്മെൻറ്റ്, അങ്ങനെ എന്ത് പരിപാടികളായാലും എല്ലാവരും എത്തും. എല്ലാവരും ഒരുമിച്ച് കൂടി അതൊരു സന്തോഷം തന്നെയാണ്. എന്താ പറയുക, ആ ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു നന്നായിട്ട് പാട്ട് പാടുന്നവരും ഡാൻസ് കളിക്കുന്നവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പാട്ടും ഡാൻസും കളികളും എല്ലാവരും എല്ലാത്തിലേക്ക് കൂടുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലെ വോയിസുകളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ. ആ വോയിസുകൾക്ക് മേലെ തന്നെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. ആ വോയിസുകൾ ഇവിടെ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ആ വോയിസ് എല്ലാം അവിടെ തന്നെ വെച്ച്. ഞങ്ങളുടെ സന്തോഷവും കളികളും ചിരികളും ഒക്കെയാണത്. ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് ഞങ്ങൾ 16 പേരക്കുട്ടികളാണ്. അപ്പം ഈ 16 പേരിൽ പകുതിയിലധികം പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും 1-2 മക്കളായിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുമക്കൾ തന്നെ ഒരുപാടുണ്ട് ഞങ്ങൾ. അവരുടെ സന്തോഷം കളികളും ചിരികളും തന്നെ മതി ആ ഒരു ദിവസം മുഴുവനാവാൻ. ഇന്ന് ഒരുമിച്ചിരുന്നുള്ള ഈ ഭക്ഷണം കഴിക്കൽ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിളമ്പി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണത്. ചിലപ്പോൾ നമ്മളിങ്ങനെ കൂടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് എത്തിപ്പെടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ. പക്ഷേ ആ ദിവസം എങ്ങനെയായാലും എല്ലാവരും എത്തിപ്പെടും. അന്നത്തെ ദിവസം ചില ദിവസം രാവിലെ തന്നെ എല്ലാവരും എത്തിപ്പെടും. എന്നിട്ട് രാത്രി ആയിരിക്കും എല്ലാവരും തിരിഞ്ഞു പോവുക. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പുറത്ത് പോവാറുണ്ട്, വൈകിട്ട് ബീച്ചിലോ സിനിമയ്ക്കൊക്കെ പോവാറുണ്ട്. ഇപ്രാവശ്യം എവിടേക്കും പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം മക്കൾ ഒരുപാടുള്ളതല്ലേ, മക്കളെ കൊണ്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ റോഡൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ആ പോക്ക് ഒഴിവാക്കിയത്. ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലീനിങ്ങും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത് അത് എല്ലാവരും രാവിലെ തന്നെ എത്തും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവരും രാവിലെ തന്നെ എത്തി എല്ലാത്തിനും കൂടി രാത്രിയാണ് എല്ലാവരും തിരിഞ്ഞത്. ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഡാൻസും പാട്ടും കരച്ചിലും പിഴിച്ചിലും എല്ലാം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കളികളൊക്കെ ഉണ്ടാവും. ഓണാകുമ്പോൾ ഓണക്കളി എന്ന് പറയും, പക്ഷെ ഓണത്തിന് മാത്രമല്ല കളികളുണ്ടാവുക. വിഷുവായാലും ഞങ്ങളുടെ കളികൾക്കൊന്നും ഒരു കുറവുണ്ടാവാറില്ല. അതിലും പിന്നെ മുതിർന്നവരൊന്നും മാറി നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കൂടും, അതൊക്കെ രസമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് നമ്മളിങ്ങനെ പ്രോത്സാഹനമൊക്കെ കൊടുക്കുമ്പോൾ കളിയിലൊക്കെ ഏർപ്പെടാനൊക്കെ നല്ല സന്തോഷമല്ലേ ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷം ശരിക്കും അനുഭവിച്ചറിയുക തന്നെ വേണം. എന്നും ഇതേപോലെ ആവണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതേമാതിരി എല്ലാ പ്രാവശ്യവും മുന്നോട്ട് പോകണോ, അങ്ങനെ ആ ഒരു സന്തോഷം എന്ന് നിലനിർത്തി പോരാനൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹവും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിള്ളേരെ അടുത്ത പരിപാടി തുടങ്ങുക, അതായത് ഫോട്ടോഷൂട്ട്. അതാണ് ഏറ്റവും വലിയ പരിപാടി കേട്ടോ. കാരണം വെച്ചാൽ അതിന് ഇവർക്ക് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യം എല്ലാവരും ആദ്യം തീരുമാനിച്ചതാണ് കേരള സാരി എടുത്ത് വരണം, ആണുങ്ങളെല്ലാം മുണ്ട് ഷർട്ടൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ച് എല്ലാവരും അങ്ങനെ കരുതിയിട്ടൊക്കെയാണ് വന്നത്. രാവിലെ ഇല്ല കേട്ടോ, രാവിലെ പിന്നെ നമുക്ക് പണികളൊക്കെ ഇല്ലേ, അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കും ചെയ്ത് ഡ്രസ്സിങ്ങിൻ്റെ, പിന്നെ ഡ്രസ്സൊക്കെ മാറി ഫോട്ടോഷൂട്ടിൻ്റെ സമയമായി.
അപ്പോൾ ആദ്യം കുടുംബ ഫോട്ടോകളായി, അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരെ ഫാമിലി, അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിയുമ്പോഴേക്ക് തന്നെ നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾക്ക് ഫോട്ടോ സെക്ഷൻ തന്നെ വേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സന്തോഷം എന്നും നിലനിർത്തട്ടെ എന്നുള്ളതാണ് എപ്പോഴുള്ള പ്രാർത്ഥന. അത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷത്തെ അവസാനിച്ച് ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. എല്ലാവരും അന്ന് തന്നെ ഒരുവിധം എല്ലാവരും അന്ന് തന്നെ രാത്രി തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മാമൻ്റെ വീട്ടിൽ എല്ലാവരും അധികം മാമൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടാറുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഓണവിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.